Migrant already in UK wait long time for permanent settlement. ഇന്നലെ 14-ാം തീയതി BBC ന്യൂസിനകത്ത് വന്ന പുതിയ വാർത്തയാണ്. ഈ വാർത്തയ്ക്കകത്ത് എന്താണ് പുതുമയുള്ളത്? അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പുറപ്പെടുവിച്ച ആ ഒരു വൈറ്റ് പേപ്പറിൽ വന്നിട്ടുള്ള അതേ കാര്യങ്ങളാണ് ഇന്നലെയും ഈ ഒരു BBC റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ BBC റിപ്പോർട്ട് കണ്ടതിന് ശേഷം UK നിന്ന് പല ആൾക്കാരും ദുഃഖവാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് വെളിയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വീഡിയോകളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. കാരണം ഇത് ഒരു വൈറ്റ് പേപ്പർ മാത്രമാണ്, ഇതൊരു നിയമമല്ല. ഇത് ഒരു നിയമമാകണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ പിടിക്കും. അതുപോലെ തന്നെ പല സ്റ്റെപ്പുകൾ, പല ഫോർമാലിറ്റീസുമുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാതെ UK ഗവൺമെൻറ്റിന് ഇതൊരു നിയമമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാമല്ലോ, ഇത് വെറും ഒരു വൈറ്റ് പേപ്പറാണ്. ഇനിയിപ്പോഴേ പാർലമെൻറ്റിലെ, ഹൗസ് ഓഫ് ലോർഡ്സിലെ, പിന്നെ കിങ്ങിൻ്റെ അടുത്ത്, പിന്നെ പബ്ലിക് കൺസൾട്ടേഷൻ്റെ റിസൾട്ട്, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനെ പല സ്റ്റെപ്പുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊരു നിയമമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് പ്രീവിയസ്ലി അൺക്ലിയർ വെദർ ദിസ് വുഡ് അപ്ലൈ ടു the approximately 1.5 million foreign workers who have moved to the UK since 2020. 2020 ശേഷം UK-യിൽ എത്തിയിരിക്കുന്ന 1.5 മില്യൺ, അതായത് 15 ലക്ഷം ആൾക്കാരെ ബാധിക്കുമെന്നാണ് BBC ന്യൂസിൻ്റെ ഈ ഒരു റിപ്പോർട്ട് കാണിച്ചു തരുന്നത്. അതായത് 1.5 അല്ലെങ്കിൽ 1.5 മില്യൺ, 15 ലക്ഷം കേരളന്മാർ എന്തായാലും UK-യിൽ വന്നിട്ടില്ല 2020 ശേഷമുണ്ടോ? അപ്പോൾ ഈ ഒരു 1.5 മില്യൺ എന്ന് പറയുന്നതിൽ എൻജിനീയേഴ്സ്, നേഴ്സസ്, ഡോക്ടേഴ്സ് എല്ലാവരും ഉൾപ്പെടത്തില്ലേ? അപ്പോൾ അവർക്ക് ആർക്കും ഈ ഒരു 5 വർഷത്തിൽ PR കൊടുക്കില്ലെന്നാണ് ഇപ്പോഴീ BBC ന്യൂസ് തന്നെ കാണിച്ചു തരുന്നത്. വീണ്ടും അവരുടെ ന്യൂസിന് ഇടയിൽ മറ്റൊരു കാര്യം കൂടി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ദി മൂവ് വിൽ ബി സബ്ജക്റ്റ് ടു എ പബ്ലിക് കൺസൾട്ടേഷൻ എന്നൊരു വരിയും കൂടി താഴെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളിതൊക്കെ കണ്ടിട്ട് ഈ ജനങ്ങളെ പാനിക്കാക്കുന്ന സമയത്ത് നമ്മൾ ഇതും കൂടെ നമ്മളൊന്ന് പഠിക്കണ്ടേ? അതായത് അവർ തന്നെ പറയുന്നു 15 ലക്ഷം ആൾക്കാർ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന്. ആ സെയിം ടൈമിൽ പറയുന്നത് നേഴ്സസിനെ അവോയ്ഡ് ചെയ്യും, എഞ്ചിനീയേഴ്സിനെ അവോയ്ഡ് ചെയ്യും, ഡോക്ടേഴ്സിനെ മാറ്റി നിർത്തുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നൊരു പബ്ലിക് കൺസൾട്ടേഷൻ്റെ റിസൾട്ട് വന്ന് ഒരു പബ്ലിക് കൺസൾട്ടേഷൻ ഒക്കെ നടത്തിയതിന് ശേഷമേ ഇത് ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വന്നേക്കുന്നത് BBC ന്യൂസിനകത്ത് തന്നെയാണ്. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഇവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കെയറേഴ്സിന് മാത്രം PR കൊടുക്കത്തില്ല. ഇനിയിപ്പോൾ IT പ്രൊഫഷണൽസിനും ഡോക്ടേഴ്സിനും നേഴ്സസിനും PR കൊടുക്കുമെന്നാണ്. പക്ഷേ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1.5 മില്യൺ ആൾക്കാർക്കും ലോങ്ങർ വെയിറ്റിംഗ് ടൈമാണ്, 10 വർഷത്തേക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർത്തകൾ ഒന്നും തന്നെ ക്ലിയർ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതൊരു വൈറ്റ് പേപ്പർ മാത്രമാണ്. അവർ നടപ്പിലാക്കാൻ പോകുന്ന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UK-യിലെ റിഫോം പാർട്ടി, തീവ്ര വലതുപക്ഷ കക്ഷികളായ നൈജൽ ഫരാജിയുടെ പാർട്ടി കഴിഞ്ഞ കൗൺസിൽ ഇലക്ഷനിൽ നേടിയ വൻപിച്ച വിജയമാണ് ഇതിനൊരു ആധാരം എന്ന് പറയുന്നത്. ഇപ്പോഴും ഗവൺമെൻറ് ഇനിയിപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് ഒരു അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും വോട്ട് കിട്ടി അവർക്ക് വീണ്ടും ഭരണത്തിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വൈറ്റ് പേപ്പർ നിയമമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. ഒരു വൈറ്റ് പേപ്പർ ഉള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു എന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് പാർലമെൻറ്റിൽ ഡിസ്കഷൻ നടക്കണം. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ലോർഡ്സ് പ്രൊഫസഭയിൽ ഇത് ഡിസ്കഷൻ നടത്തണം. അതുപോലെ തന്നെ പബ്ലിക് കൺസൾട്ടേഷൻ നേടണം. പിന്നെ ഇത് നിയമമായിട്ട് വരണം. അതിനുശേഷം കിങ്ങിൻ്റെ അടുത്ത് പോകണം. പിന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇങ്ങനെ പല ഘട്ടങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അടുത്ത ജനുവരി 2026 ഇത് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് പോലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് ഇപ്പോഴും പറയാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഇവിടേക്ക് വന്ന കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന നേഴ്സസിനെ മാറ്റി നിർത്താൻ നോക്കി അവർ പൈസ മുടക്കാതാണ് UK-യിൽ വന്നത്. ഇവിടേക്ക് വന്ന ഓരോ കെയറിനും 10-15 ലക്ഷം രൂപ മുടക്കിയാണ്
ദുബായ് പോലുള്ള നല്ല സ്ഥലങ്ങളിൽ നല്ല നല്ല ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് കെയർ ഹോമിൽ വന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വന്ന സമയത്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും 5 വർഷം കഴിയുമ്പം PR ലഭിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കെയർ വർക്കർമാരെ ഇതിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കെയർ വർക്കർമാരാണ്, നിങ്ങൾ കെയർ അസിസ്റ്റൻ്റ് ആണ്, നിങ്ങൾ ലോ സ്കിൽഡ് വർക്കറാണ്, നിങ്ങളെ ഞങ്ങൾ ഇതിനകത്ത് മാറ്റി നിർത്തും. അങ്ങനെ ഗവൺമെൻറ്റിന് അങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ? നിയമം കൊണ്ടുവരായിരിക്കും. പക്ഷെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ RCNൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നിക്കോള റേഞ്ചർ പറഞ്ഞിരിക്കുന്നത് അവർ ഏകദേശം ഒരു 3000 നേഴ്സസിൻ്റെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ ഏകദേശം 10ൽ 4 ആൾക്കാരും UK വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നേഴ്സസിനെ മാറ്റി നിർത്തിയാൽ ഇവർ കെയറേഴ്സിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും നമുക്കറിയാം കോവിഡിന് ശേഷം ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകളാണെങ്കിലും റെസിഡൻഷ്യൽ ഹോമുകളാണെങ്കിലും ഈ പറയുന്ന ഡൊമസ്റ്റിക് കെയർ ആണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നടന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 4 വർഷങ്ങളായിട്ട് UKയിലേക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്ത കെയർമാരുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ അവർക്കാർക്കും PR കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഈ നാട് വിടും. അതിനുശേഷം ഈ കെയർ ഹോമുകളും ഈ റെസിഡൻഷ്യൽ ഹോമുകളും ഈ പറയുന്ന നമ്മുടെ ഡൊമസ്റ്റിക് കെയറിലൊക്കെ ആരാണ് വർക്ക് ചെയ്യുന്നത്? ഇവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഓൾറെഡി നിർത്തിവെച്ചു. ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഇതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും? ഗവൺമെൻറ് ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് എനിക്കൊക്കെ PR കിട്ടി, ഞാനിവിടെ സിറ്റിസണാണ്, ഇനിയിപ്പോൾ ആർക്കും കിട്ടാൻ പോകല്ലേ, ഇനിയിപ്പോൾ ആർക്കും കിട്ടരുത്. പക്ഷേ നമ്മളെപ്പോലൊക്കെ ഉള്ളവർ ഇപ്പോൾ ഈ ഒരു നിയമം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നോക്കുമ്പോൾ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും ലേബർ ഗവൺമെൻറ്റിൻ്റെ MPമാരും ഇതിനെതിരായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ലിങ്ക് കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ആ ലിങ്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ സ്ഥലത്തെയുള്ള MPയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടും. അവരെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ അവർക്ക് അയക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ല പ്രത്യേകം അറിയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല കൺസൾട്ടേഷൻസുകളൊക്കെ നടക്കാൻ പോവുകയാണ്. സൈനിങ് പരിപാടി ഇതെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും തന്നെ അതിനകത്തിൽ പങ്കെടുക്കുക. കാരണം നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഉപശേഖരണവും ആൾക്കാരുടെ പ്രതികരണവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിയമമായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ആരും തന്നെ അത് മാറി നിൽക്കരുത്. ഇപ്പം നിങ്ങളൊരു നേഴ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ HCA ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു IT ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, അപ്പം ആരും മാറി നിൽക്കരുത്. ഈ ഒരു കൺസൾട്ടേഷൻ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, ഉപശേഖരണവും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ എല്ലാം പോയിട്ട് നിങ്ങൾ ഒപ്പിടുക. കാരണം ഇതൊക്കെ ആയിരിക്കും അവസാനം ഈ ഒരു നിയമം വരാതിരിക്കാനായിട്ട് കാരണമായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ ഇപ്പോൾ കെയർമാരാണെന്നുണ്ടെങ്കിലും IT എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും നേഴ്സാണെന്നുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ ഒരു BBC റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will also be shorter qualification periods for people who can show they have contributed to the UK's economy and society. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ കെയർമാർ വന്നിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ലെങ്കിൽ അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും നല്ലതല്ലേ? അതല്ലാതെ ഇവിടുത്തെ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നേഴ്സസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അവർ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UKയിലൊക്കെ PRും അല്ലെങ്കിൽ സിറ്റിസൺ ആണെങ്കിൽ പോലും ഉള്ള ആൾക്കാരെ ഇപ്പോൾ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ഒക്കെ PR ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ റിഫോം പാർട്ടി ആയിരിക്കും ഭരണത്തിലേക്ക് വരുന്നത്. റിഫോം പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ തീവ്രമായിട്ട് ഇതേപോലെയുള്ള എമിഗ്രേഷൻ പുതിയ പരിപാടികൾ അവർ മുന്നോട്ട് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സമയത്ത് പറയുകയാണ് PR ഉള്ളവരും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇവിടെ ഞങ്ങൾ ചാടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് ചാടേണ്ടി വരത്തില്ലേ? കാരണം ഗവൺമെൻറ് ആണെങ്കിൽ അവർക്ക് നിയമം ഉണ്ടാക്കാം, ശരിയാണ്, അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നിയമം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കേസുകൾ വഴക്കുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രായ്ക്ക് രാമാണ് അവരെ കയറ്റി വിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു 10 വർഷം എന്നുള്ളത് അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന PR ഉള്ളവരും ചിലപ്പോൾ നമ്മൾ സിറ്റിസൺ ആണെന്നുകൊണ്ട് വലിയ മാന്യന്മാരായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ രാജ്യം വിടേണ്ടതായിട്ട് വരും. ആ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഇവിടെ സേഫ് അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനിപ്പോൾ 5 വർഷമാണെന്നുണ്ടെങ്കിലും 10 വർഷമാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഈ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് 10 വർഷമായിട്ട് മാറും. പക്ഷേ നമ്മൾ ഇപ്പോഴേ കിടന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് സന്തോഷിച്ച് കരയേണ്ട വല്ല കാര്യമുണ്ടോ?
ഈ നിയമം വരുവാണെങ്കിൽ വരട്ടെ. കാരണം അങ്ങനെ ഒരു നിയമം വരുവാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്കറിയാം ഇവർ ഓൾറെഡി വന്നത് 10-15 ലക്ഷം രൂപ മുടക്കിയിട്ടാണ്. ഇവർക്ക് ഒന്നുകിലും 3 വർഷത്തെ വിസയായി കിട്ടിയത്, ചുരുക്കം ചില ആൾക്കാർക്ക് 5 വർഷത്തെ വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 വർഷം കിട്ടിയ ആൾക്കാർ ഇപ്പോൾ അവരൊന്ന് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ 2-3 കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 5,000-6,000 പൗണ്ട് അങ്ങ് പോകും. അപ്പോൾ അടുത്ത ഒരു 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവർ റിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇവർ 10 വർഷമൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പൈസയിൽ ഒരു പൗണ്ട് പോലും ഇവർക്ക് മാറ്റി വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാനായിട്ടോ സാധിക്കത്തില്ല. മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വന്ന ഫോൺ കോളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ വീട് മേടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ, വീട് മേടിച്ചിട്ടുള്ള ആൾക്കാർ, അപ്പോൾ വീട് മേടിച്ചിട്ടുള്ള ആൾക്കാർ വലിയ അബദ്ധം പറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഈ വീട് മേടിച്ചു, ഇനിയിപ്പോൾ ഈ നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളിവിടെ നിന്നിട്ട് വലിയ കാര്യമാണ്. വീട് മേടിക്കാനിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ വീടുകളൊക്കെ മേടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വന്ന മലയാളികളൊക്കെയാണ്. കാരണം 4 ലക്ഷം 4 ലക്ഷം പൗണ്ടിൻ്റെയൊക്കെ, നമ്മളെ സംബന്ധിച്ചോളം അതൊരു വലിയ തുകയാണ്. ഒരു 4 ലക്ഷം 4 ലക്ഷം പൗണ്ടിൻ്റെയൊക്കെ വീടാണ് ഇപ്പോൾ ഓരോ മലയാളികളും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീടിൻ്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം വീട് മേടിക്കാനൊക്കെ നാട്ടിൽ നിന്നൊക്കെ പൈസ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ ആ ഒരു പ്ലാൻ ഇപ്പം മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ ഒരു അന്ത്യം കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരിനി വീട് മേടിക്കാനായിട്ട് പോകത്തുള്ളൂ. എല്ലാ വീഡിയോകളിലും ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു വെച്ചാൽ ഈ ഒരു നിയമം ഇവിടെ വരാനായിട്ടുള്ള വലിയ സാധ്യതകൾ വലിയ കുറവാണ്. നിയമം വരുമായിരിക്കും, പക്ഷേ ഇപ്പോൾ UK-യിലുള്ളവരെ അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കുമെന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമല്ല. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു ഇത് നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ രാജ്യം വിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോവുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം BBC ന്യൂസിൻ്റെ ഈ ന്യൂസിൽ തന്നെ അവസാനം കൊടുത്തിരിക്കുന്ന ഇസ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വൈഫ് IT എഞ്ചിനീയർ, ഡിപ്പെൻഡൻ്റായിട്ട് വന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞ് PR കിട്ടുമെന്നായിരുന്നു. ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആകെ പദ്ധതികൾ മാറി, അതുകൊണ്ട് ഞങ്ങൾ US പോവുകയാണ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കമൻറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം ലോക്കൽ MPസിനെ ഇപ്പോൾ ഓൾറെഡി ഓരോരുത്തരും കൺസൾട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പാർലമെൻറ്റിലും അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇതേപോലൊക്കെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഹോം സെക്രട്ടറിയോ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും പരിപാടികളും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ആദ്യം കൺസൾട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ള ഈ നേഴ്സസോ അല്ലെങ്കിൽ ഈ ഒരു കെയർമാരോ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ NHS ആണെന്നുണ്ടെങ്കിലും കെയർ ഹോമുകളാണെന്നുണ്ടെങ്കിലും അവതാളത്തിലാകും എന്നുള്ളത് അവർക്ക് 100% ഷുവറാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഗവൺമെൻറ്റിന്, കാരണം അവർ ഓൾറെഡി റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രണ്ടായാലും ഗവൺമെൻറ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിയമം വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു നിയമം വരുന്നത് ചിലപ്പം 27-ലോ 28-ലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരും തന്നെ PR-ൻ്റെ ആ ഒരു സമയമാവും. അപ്പോൾ അവർക്കും അതൊരു വിഷയമായിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു എൻഡ് വരുന്നത്. പക്ഷേ ഇപ്പോഴും പറയുന്നത് നമുക്കിതൊന്നും വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേങ്കിൽ ഇത്രയും നാളും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി UK-യിലുള്ളവരെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കടും കട്ടി നിയമമാണ് വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലും ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിനനുസരിച്ച് നമ്മൾ നിയമം ഇതുവരെയും വന്നിട്ടുമില്ല. ഈ ഒരു നിയമം ഇനി വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും കടമ്പകൾ കടക്കണമെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇരുന്ന് നമ്മൾ മനസ്സ് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കെട്ടിയവനും തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മളിതിനതിനൊക്കെ പോയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ മര്യാദയ്ക്ക് സന്തോഷമായിട്ട് ജീവിച്ചു. പല നേഴ്സുമാരും ഓസ്ട്രേലിയയും US ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ NHSന് തന്നെ നഷ്ടം ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ. കാരണം ഇവരൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സസാണ്. ഇവരിപ്പോൾ US ഓസ്ട്രേലിയയൊക്കെ പോയി കഴിഞ്ഞാൽ UK NHSനാണ് നഷ്ടമെന്ന് പറയുന്നത്. ഇവിടെ വരുന്ന എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.